പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പത്മനാഭപുരം കൊട്ടാരം കാണാനാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ തക്കല എന്ന സ്ഥലത്താണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പം തൂത്തുക്കുടിയിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത്. തൂത്തുക്കുടിയിൽ നിന്ന് തിരുനെൽവേലിയിൽ നിന്ന് നാഗർകോവിലിൽ നിന്നാണ് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് യാത്രയാണ്. തൂത്തുക്കുടിയിൽ നിന്നും പത്മനാഭപുരം പാലസ് വരെ 139 കിലോമീറ്ററാണ് ഉള്ളത്. 2.5 മണിക്കൂർ യാത്രയുണ്ട്. നമ്മളിപ്പം കാണുന്നത് തൂത്തുക്കുടിയിൽ നിന്നും തിരുനെൽവേലി എന്ന വഴിയാണ്. തിരുനെൽവേലി നാഗർകോവിൽ ബൈപ്പാസ് റോഡിൽ കൂടാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡിലും ധാരാളം കാറ്റാടിപ്പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളങ്ങനെ പത്മനാഭപുരം പാലസിൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ അകത്തോട്ട് കടക്കുകയാണ്. ഈ അകത്തോട്ട് കടക്കുന്നതിന് മുമ്പേ ഈ മെയിൻ എൻട്രൻസിൻ്റെ പുറത്തായിട്ട് ധാരാളം കടകളുണ്ട്. ആദ്യം നമുക്ക് അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മൾ അകത്തോട്ട് കയറുമ്പം തന്നെ ഇടത് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശനത്തിനുള്ള ടിക്കറ്റ് നിരക്ക്. മൊബൈൽ ക്യാമറകൾക്ക് 20 രൂപയും പ്രൊഫഷണൽ ക്യാമറയ്ക്ക് 60 രൂപയുമാണ് ഫീസായി ഈടാക്കുന്നത്. നമ്മൾ പാലസിൻ്റെ പൂമുഖം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ മുകളിലായി തടിയിൽ കുത്തിവെച്ചേക്കുന്ന പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 90 പൂക്കളാണുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 90 പൂക്കളും 90 തരത്തിലുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടി കൊണ്ട് നിർമ്മിച്ച പാലസുകളിൽ ഒന്നാണ് പത്മനാഭപുരം പാലസ്. ഈ ഒരു കസേരയ്ക്കും പ്രാധാന്യമുണ്ട്. ഇത് 18-ാം നൂറ്റാണ്ടിലെ ചൈനക്കാർ രാജാവിന് സമ്മാനമായി സമർപ്പിച്ച കസേരയാണ് ഇത് കണ്ടു. ഇത് കരിങ്കൽ കട്ടിലാണ്. മഹാരാജാക്കന്മാർ വേനൽക്കാലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് ഇത്. 7 ഭാഗങ്ങളായിട്ടാണ് ഇത് നിർമ്മിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊട്ടാര സമുച്ചയങ്ങളിൽ ഒന്നാണ് മുൻപ് കൽക്കുളം കൊട്ടാരം എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭപുരം കൊട്ടാരം. വേളിമലയുടെ താഴ്വരയിൽ 1601 ആണ് കൽക്കുളം കൊട്ടാരം നിർമ്മിക്കപ്പെടുന്നത്. 1592 മുതൽ 1609 വരെ വേണാട് ഭരിച്ചിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. പിന്നീട് 1741 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരം പുതുക്കിപ്പണിയുന്നത്. പത്മനാഭപുരം കൊട്ടാരം നേരത്തെ അറിയപ്പെട്ടിരുന്നത് കൽക്കുളം കൊട്ടാരം എന്ന പേരിലായിരുന്നു. അങ്ങനെ പേര് വരാൻ കാര്യം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൻ്റെ രാജ്യം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും അതിനുശേഷം ശ്രീപത്മനാഭസ്വാമിയുടെ ദാസനായിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിച്ചു പോകുന്നത്. അങ്ങനെയാണ് കൽക്കുളം കൊട്ടാരത്തിന് പത്മനാഭപുരം കൊട്ടാരം എന്ന പേര് വന്നത്. 1795 പത്മനാഭപുരത്ത് നിന്നും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടുകൂടി പത്മനാഭപുരത്തിന്റെ പ്രാധാന്യവും പകട്ടും കുറഞ്ഞുപോയി. പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടതോടെ പത്മനാഭപുരം ഉൾപ്പെടുന്ന കന്യാകുമാരി ജില്ല തമിഴ്നാടിന്റെ ഭാഗമായി മാറി. എന്നാലും ഇപ്പോഴും കൊട്ടാരത്തിന്റെ അവകാശവും നിയന്ത്രണവും കേരളത്തിനാണ്. കേരള സർക്കാരാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്.
ഈ കാണുന്നതാണ് ഇവിടുത്തെ ഊട്ടുപുര. 2 നിലകളിലായി ആണ് ഈ ഊട്ടുപുര നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സമയം 2 നിലകളിലായി 2000 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയിട്ടുള്ള പത്മനാഭപുരം കൊട്ടാരം ഇപ്പം കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ സംരക്ഷിത സ്മാരകവും ചരിത്ര മ്യൂസിയവുമാണ്. കേരളീയ വാസ്തുവിദ്യയുടെ മകുട ഉദാഹരണമാണ് 6 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പത്മനാഭപുരം കൊട്ടാരം. നമ്മൾ ഈ കാണുന്നത് മഹാരാജാവിന്റെ പള്ളിയറയാണ്. തടിയിൽ തീർത്ത സപ്രമഞ്ച കട്ടിലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മഹാരാജാവ് ശയിച്ചിരുന്നത് 64 ഔഷധ വൃക്ഷങ്ങളുടെ തടി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഔഷധ കട്ടിലാണ്. പത്മനാഭപുരം പാലസിലെ നവരാത്രി മണ്ഡപത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിൽ ഇവിടെ വെച്ചാണ് മണിച്ചിത്രത്താഴ്, ഹിസൈനസ് അബ്ദുള്ള പോലുള്ള സിനിമകൾ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മണിച്ചിത്രത്താഴിലെ ശോഭനെ അവതരിപ്പിച്ച നാഗവല്ലി എന്ന കഥാപാത്രം, ആ ഒരു പാട്ട് സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിസൈനസ് അബ്ദുള്ളയിലെ പല പാട്ടുരംഗങ്ങളും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് അമ്പാരി മുഖപ്പ്. മഹാരാജാക്കന്മാർ ഉത്സവ ദിവസങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നതും വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും ഇവിടെ ഇരുന്നാണ്. ആഘോഷങ്ങൾക്ക് ആനയെ ഉപയോഗിക്കുമ്പോൾ ആനപ്പുറത്ത് ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഇരിപ്പിടത്തെയാണ് അമ്പാരി എന്ന് വിളിക്കുന്നത്. പത്മനാഭപുരം പാലസ് കാണാൻ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തിങ്കളാഴ്ച ദിവസം ഇവിടെ അവധിയാണ്. അകത്തേക്ക് ആർക്കും എൻട്രി ഇല്ല. അതുപോലെ തന്നെ നമുക്ക് പാലസ് മുഴുവനായിട്ടും കണ്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നേരം അതിന് സമയം കണ്ടെത്തി വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ എൻട്രൻസ് കയറി വലത് സൈഡിലായിട്ട് മ്യൂസിയം ഉണ്ട്. മ്യൂസിയം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം നമ്മൾ ബാക്കി കാര്യങ്ങൾ കണ്ട് ഇറങ്ങിയപ്പോഴത്തേന് സമയം പോയതിനാൽ നമുക്ക് മ്യൂസിയത്തിലെ കാഴ്ചകൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് അത് കൊണ്ടുവരാം. പത്മനാഭപുരം പാലസിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ഓക്കെ, താങ്ക് യു.